എന്താണോ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷകളെയാണ് ദൈവം അത്ഭുതമാക്കുന്നത്. ഈ പിശാചിന്റെ എല്ലാ കാലത്തുമുള്ള തന്ത്രം എന്നാണെന്നറിയാവോ? ദൈവത്തിലുള്ള പ്രതീക്ഷകൾ ഇല്ലാതെയാക്കും. ഈ പല ആളുകളും അവരാഗ്രഹിച്ച, അവർ പ്രതീക്ഷിച്ച ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ അവരുടെ അകത്ത് ഡിപ്രഷൻ വരും, നിരാശ വരും. പ്രതീക്ഷിച്ച കാര്യം, ആ പ്രതീക്ഷിച്ച പൈസ കിട്ടിയില്ല, പ്രതീക്ഷിച്ച വിവാഹം നടന്നില്ല, പ്രതീക്ഷിച്ചതായ ബിസിനസ്സിനകത്ത് ആ ടേൺ ഓവർ ഉണ്ടായില്ല, ആ ബിസിനസ് ക്ലോസ് ചെയ്യേണ്ടി വന്നു. എക്സ്പെക്റ്റേഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അപ്പോൾ അവർക്ക് നിരാശ വരും, ഡിപ്രഷൻ വരും. ആ ഡിപ്രഷൻ വരുമ്പോഴാണ് പലരും ആത്മഹത്യയിലേക്കും തകർച്ചയിലേക്കും പോകുന്നത്. എന്നാൽ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. മക്കളെ, ഓരോ ദിവസവും എഴുന്നേറ്റിട്ട് പിറുപിറുക്കുന്നവരാകാതെ, ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരാകാതെ, മക്കളെ നിങ്ങളെല്ലാവരും കർത്താവ് നിങ്ങൾക്ക് ചെയ്ത നന്മകൾക്ക് ഒന്ന് നന്ദി പറഞ്ഞ് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്ത് ഒന്നിനും കുറവില്ലാതെ ഇവിടം വരെ നടത്തിയ കർത്താവ്, അതാത് സമയത്ത്, തക്ക സമയത്ത്, കൃത്യസമയത്ത് വേണ്ടതെല്ലാം തന്ന് കരുതി പരിപാലിച്ച്, ശത്രുക്കൾ കാണുക മേശ ഒരുക്കി തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് നന്മയാലും കരുണയാലും നിറച്ച കർത്താവിന് നന്ദി പറയുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. നിങ്ങൾ എന്തുവാ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അതങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ഉള്ളത്തിൽ കയറി വരണം. ഇന്ന് എനിക്കൊരു സൗഖ്യം യേശു തരും, ഇന്ന് എന്നോട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ സംസാരിക്കും, ഇന്ന് എന്നെ യേശു തൊടും. അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഇന്ന് രാത്രി സ്വപ്നത്തിലൂടെ നീ എന്നോട് ഇടപെടണമേ, സ്വപ്നങ്ങളിലൂടെ നീ എൻ്റെ അരികിൽ കടന്നു വരണമേ. പ്രഭാതത്തിൽ കർത്താവെ ഞാൻ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വളരെ ഫ്രഷ് ആയിട്ട് നിന്റെ ശബ്ദം കേട്ട്, നിന്റെ വിസിറ്റേഷൻ എനിക്ക് ഉണ്ടായിട്ട് ഞാൻ ഉണർന്നു വന്ന് നിന്റെ മുഖം കണ്ട് സന്തോഷിപ്പാൻ, രാവിലെ തോറും കർത്താവെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കാനായിട്ട് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വീണ്ടും പറയുന്നു പ്രിയപ്പെട്ടവരെ, മർക്കോസ് സുവിശേഷം 5